ഈ വീഡിയോയിൽ നമ്മൾ പൊതുവേ ഒരു ഓർഗനൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ബെഗ്ഗിങ് സിസ്റ്റം അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. സൗദി അറേബ്യ ശരിക്കും അവരുടെ ഫോറിൻ ഡിവിഷനിൽ നിന്ന് തന്നെ ഒരു 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 പ്രസിദ്ധീകരണം, അത് എന്തിനെക്കുറിച്ചാണെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ 24,000 സിറ്റിസൺസ് പൗരന്മാരെ ഡീപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സൗദി അറേബ്യയിൽ നിന്ന്. ഇത് എന്തുകൊണ്ടാണ് ഇപ്പം റീസെൻ്റ് ആയിട്ട് ഡീപ്പോർട്ട് ചെയ്തത്? ഇതിന് മുമ്പ് ഒരു കൂട്ടരെ ഡീപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് മുമ്പ് ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 30,000 പേരെ ഇതിന് മുമ്പ് ഡീപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത സെക്ഷനിലായിട്ട് 24,000 പേര് ഡീപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതേ ഒരു ഓർഗനൈസ്ഡ് ഭിക്ഷാടനം, അതാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മൾ പലപ്പോഴും പാകിസ്ഥാൻ ഇങ്ങനെ ഭിക്ഷ എടുക്കുന്നു എന്നുള്ള രീതിയിലുള്ള കോമഡി ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ പലപ്പോഴും പറയാറുണ്ടെങ്കിലും ഇത് വളരെ സീരിയസ് ആയിട്ട് തന്നെ പല അറബ് രാജ്യങ്ങളും എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ, ഇൻക്ലൂഡിങ് UAE ആയിക്കോട്ടെ, മറ്റു പല അറബ് രാജ്യങ്ങൾ, കുവൈറ്റ്, ബഹ്റൈൻ, അതേപോലെ ഈവൻ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ, അതായത് തായ്ലാൻഡ്, കംബോഡിയ പോലത്തെ രാജ്യങ്ങൾ വരെ ഈ ലിസ്റ്റിൽ ഇവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് ഞാൻ വെറുതെ ഇരുന്ന് ഇങ്ങനെ പറയുന്നതല്ല, ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി വായിച്ചു നോക്കാം. ഈ റിപ്പോർട്ടിന്റെ പേര് ഞാൻ പറഞ്ഞുതരാം. പാകിസ്ഥാന്റെ FIA എന്ന് പറയും, അതായത് ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി FIA, അവരുടെ റിപ്പോർട്ടാണ് കൃത്യമായിട്ട് വായിച്ചിട്ട് ഞാനിത് ഇവിടെ ഡീകോഡ് ചെയ്യുന്നത്. അപ്പം ഇത് ഒരു 3 ദിവസങ്ങൾക്ക് മുമ്പാണ് 24,000 പാകിസ്ഥാനികളെ സൗദി അറേബ്യ ഡീപ്പോർട്ട് ചെയ്യുന്നത്. ഇവർ എന്തുകൊണ്ടാണ് 24,000 പേരെ ഇതുപോലെ മാസ് ഡീപ്പോർട്ടേഷന് വിധേയമാക്കിയത് എന്നുള്ള രീതിയിൽ ചിന്തിച്ച് വായിച്ചപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റിയത് ഞെട്ടിപ്പിക്കുന്ന കുറേ സത്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് ദർ ആർ ഗ്രോയിങ് കൺസേൺ അബൌട്ട് ഓർഗനൈസ്ഡ് ബെഗിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു വലിയ നെറ്റ്വർക്കാണ്. ഈ നെറ്റ്വർക്ക് പാകിസ്ഥാനിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് വളരെ മൈന്യൂട്ടായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ മുതൽ ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സൗദി അറേബ്യ നോട്ട് ചെയ്ത കുറേ വിഷയങ്ങൾ ഇതിനകത്ത് ഇവർ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. അതായത് ഇവർ പേന വിൽക്കുന്നത് പോലെ വരിക, അതുപോലെ ദേശീയ പതാകകൾ സൈഡിൽ ഇങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ട്, അതാത് രാജ്യങ്ങളുടെ ദേശീയ പതാക കയ്യിൽ വെച്ചുകൊണ്ട് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് പോലെ വരിക. അതിലുപരിയായിട്ട് ഇവര് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് വരിക. അത് കഴിഞ്ഞാൽ ഈ മുസ്ലിംസ് പല്ല് തേക്കുന്ന ഒരുതരം സ്റ്റിക്ക് ഉണ്ട്, മിസ്വാഹ് എന്ന് പറഞ്ഞൊരു സ്റ്റിക്ക്, ആ സ്റ്റിക്ക് കൊണ്ടുവരിക. പിന്നെ അതിലുപരിയായിട്ട് ഇവർ കയ്യിൽ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു മാലയുണ്ട്, തസ്ബി എന്ന് പറഞ്ഞിട്ട്, അതേപോലത്തെ മാലകൾ കൊണ്ടു നടക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെ കൊണ്ട് നടന്നിട്ട് ഇവർ ചെയ്യുന്നതെല്ലാം തന്നെ ഭിക്ഷാടനമാണ് എന്നുള്ള കണ്ടെത്തലാണ് ഇപ്പൊ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാനുള്ള ഒരു പ്രേരണയായത് സൗദി അറേബ്യക്ക്. അപ്പം ഇതിൽ പ്രധാനമായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവര് സൗദി അറേബ്യക്ക് മെയിനായിട്ട് പോകുന്നത് ഉംറ വിസയിലാണ്. ഈ ഉംറ വിസ എന്ന് പറഞ്ഞൊരു വിസ അടിച്ച് മേടിക്കും, അതായത് തീർത്ഥാടനം. ഈ ഉംറ എന്ന് പറയുന്നത് ഈ ഹജ്ജ് അഥവാ ഈ മക്ക എന്ന് പറഞ്ഞ സ്ഥലം വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിൽഗ്രിമേജ് വിസിറ്റ് ആണത്. അപ്പോൾ ആ പുണ്യ സ്ഥലം സന്ദർശിക്കാൻ എന്നുള്ള പേരിൽ ഓരോ രാജ്യങ്ങൾക്കും ഒരു കോട്ടയുണ്ട്. അതിനനുസരിച്ചുള്ള വിസ ഇവർ അലോക്കേറ്റ് ചെയ്ത് മേടിച്ചിട്ട് ആ ഒരു വിസയുടെ പേരിൽ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് കുറച്ച് പൈസ ഉണ്ടാക്കി ആ വിസ മേടിച്ച് ഇവർ മക്കയിലേക്ക് യാത്ര ചെയ്യുക. അവിടെ പോയി നിന്നുകൊണ്ട് ഇവർ അവിടെയും ഭിക്ഷാടനം, അവിടെ വരുന്ന ആൾക്കാരടുത്ത് ഫോഴ്സ്ഫുള്ളി അവരെ കൊണ്ട് വേടിപ്പിക്കുക. ഇത് മിസ്വാഗ് വേടിപ്പിക്കുക, തസ്ബി വേടിപ്പിക്കുക, ഫോഴ്സ്ഫുള്ളി നിങ്ങൾ വേടിച്ചേ പറ്റൂ എന്നുള്ള രീതിയിലുള്ള ചില ഭീഷണികളൊക്കെ ഈ കൂട്ടര് അവിടെ നടത്തിയിട്ടുണ്ട്. ഇത് പലപ്പോഴായിട്ട് പരാതികളായിട്ട് രേഖപ്പെടുത്തപ്പെട്ട് അതിൽ അന്വേഷണം നടത്തി അന്വേഷണം എത്തിച്ചേരുന്നത് പാകിസ്ഥാനിലേക്ക്. അപ്പൊ ഇങ്ങനെ പല പല ഇൻസിഡന്റുകൾ ഇവർ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് എത്തിച്ചേർന്നത് പാകിസ്ഥാനികളിലേക്കാണ്. അപ്പൊ അങ്ങനെയാണ് ഈ പാകിസ്ഥാനികളെ ഓരോരുത്തന്മാരായിട്ട് പിടിച്ച് വീണ്ടും ഇങ്ങനെ ഡീറ്റെയിൻ ചെയ്ത് വെച്ചിട്ട് മൊത്തത്തിൽ ഇപ്പം ഡീപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് സൗദി അറേബ്യയിൽ മാത്രമുള്ള പ്രശ്നമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല രാജ്യങ്ങളും ഇപ്പം കൺസേണിലാണ്. കൺസേൺ എന്ന് പറഞ്ഞാൽ തായ്ലാൻഡ്, കംബോഡിയ ഉൾപ്പെടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൺസേണിലാണ്. അവരും ഇപ്പം ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അപ്പം ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ FIA എന്ന് പറഞ്ഞ ഈ ഒരു റിപ്പോർട്ട് പറയുന്നത് ഏതാണ്ട് 64,165 പേര് 2025 മാത്രം കയറി പോയിട്ടുണ്ട്. 2024, 2025 ഏതാണ്ട് 64,145 പേരുടെ വിസ റിജക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ 24,000 പേര് സൗദി അറേബ്യയിൽ നിന്ന് കയറ്റി അയക്കപ്പെട്ടുവെങ്കിൽ ബാക്കിയുള്ളവർ എവിടെ പോയി? ഈ ബാക്കിയുള്ളവരൊക്കെ ഇവരെല്ലാം തന്നെ ഓർഗനൈസ്ഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. ഇവർ പാകിസ്ഥാനിൽ ഉണ്ടാവില്ല. ഇവർക്കൊരു സംഘടനയുണ്ട്. ആ സംഘടനയാണ് ഇവരുടെ വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള പൈസയൊക്കെ മുടക്കുന്നത്. ഈ സംഘടനകൾ ഇവരെ പല രാജ്യങ്ങളിലേക്കും കയറ്റി അയക്കുകയാണ്. അതായത് 6 മാസം ഭിക്ഷാടനം, 1 വർഷം ഭിക്ഷാടനം, പിന്നെ ലൈഫ് ടൈം ഭിക്ഷാടനം, അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ട്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ സംഘടനയായിട്ട് പ്രവർത്തിക്കുകയാണ്. അപ്പം ഈ രീതിയിൽ കണ്ടെത്തിയ കൂട്ടരെയാണ് ഇപ്പം പാകിസ്ഥാനിലേക്ക് തിരിച്ചയച്ചിരിക്കുന്നത്. സൗദി അറേബ്യ കഴിഞ്ഞ 2 വർഷം കൊണ്ട് 54,000 പാകിസ്ഥാനികളെ മടക്കി അയച്ചിട്ടുണ്ട് പാകിസ്ഥാനിലേക്ക്. അവരെ ഡീപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഇനി സൗദി അറേബ്യയുടെ ഉള്ളിലേക്ക് തിരിച്ച് മടങ്ങി പോകാൻ കഴിയില്ല.
അതാണ് മനസ്സിലാക്കേണ്ടത്. ഇറ്റ്സ് കോൾഡ് ഡീപ്പോർട്ടേഷൻ. സൗദി അറേബ്യയ്ക്കും പാകിസ്ഥാനും ഒഫീഷ്യലി ഡിപ്ലോമാറ്റിക്കലി പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ടെങ്കിലും ഇങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പോഴത്തേക്കും അവർ വളരെ കർക്കശമായിട്ടുള്ള തീരുമാനങ്ങൾ തന്നെ എടുക്കും. ഇത് പാകിസ്ഥാന് അപമാനകരമാണ്, നാണക്കേടാണ്. UAE പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാനികളുടെ വിസ എക്സ്ട്രീംലി സ്ക്രൂട്ടനൈസ് ചെയ്തിട്ട് കൃത്യമായിട്ട് എന്തെങ്കിലും പ്രൊഫഷണൽ വിസകൾ ഉണ്ടെങ്കിൽ മാത്രമേ അപ്രൂവ് ചെയ്യുള്ളൂ, അല്ലാത്ത ഒരു രീതിയിലുള്ള വിസയും അപ്രൂവ് ചെയ്യില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ വിസയും, ടൂറിസ്റ്റ് വിസ, വർക്ക് വിസ, എന്ത് വിസ ആയിക്കോട്ടെ, പാകിസ്ഥാനികളുടെ വിസ റെസ്ട്രിക്റ്റഡ് ആണ്. ഓൾറെഡി വിസയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് റിന്യൂ ചെയ്യാമെന്നുള്ളതാണ് UAEയുടെ തീരുമാനം. ഇതുവരെ UAEയിൽ ഈ വർഷം 2025 മാത്രം 6000 പാകിസ്ഥാനികളെ ഡീപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 6000 ഈ ഭിക്ഷാടനത്തിന്റെ പേരിൽ. സൗദി അറേബ്യ 2024 30,000, 2025 24,000. അസർബൈജാൻ 2500 ഭിക്ഷക്കാരെ തിരിച്ചയച്ചിട്ടുണ്ട് പാകിസ്ഥാനിലേക്ക്. ഇതെല്ലാം ഡോക്ടേഴ്സോ എഞ്ചിനീയേഴ്സോ അല്ല കേട്ടോ, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്പേഴ്സ് എല്ലാം ഭിക്ഷാടനം ചെയ്യുന്ന ഭിക്ഷക്കാരുടെ എണ്ണമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനി ഭിക്ഷാടകരുടെ നമ്പറാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൽ മറ്റു പല രാജ്യങ്ങളുടെ നമ്പർ പറയുന്നുണ്ട്. കുവൈറ്റ് പറയുന്നുണ്ട്, ബഹ്റൈൻ പറയുന്നുണ്ട്, അതുപോലെ മറ്റ് ഗൾഫ് കൺട്രീസും ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാനഡയിലേക്ക് ഇവർ പോകുന്നത്, അവിടെയും ഭിക്ഷാടനം നടത്താൻ വേണ്ടിയിട്ട് നല്ലൊരു സംഘം അവിടെ പോകുന്നുണ്ട്. അപ്പൊ അവിടെ വർക്ക് വിസയിലാണ് ഇവർ പോകുന്നത് കാനഡയിൽ. എന്നിട്ട് അവിടെ പോയിട്ട് തോർത്തും വിരിച്ചിരുന്ന് ഒരു പാകിസ്ഥാനിയുടെ ഫ്ലാഗും കാണിച്ച് ഇരുന്ന് ഭിക്ഷാടനം ഇതാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം വെസ്റ്റേൺ രാജ്യങ്ങളിലും ഈ പാകിസ്ഥാനികളുടെ ഈ ഭിക്ഷാടനം വളരെ കൂടുതലാണ്. ഇവരെല്ലാവരും തന്നെ വെസ്റ്റേൺ രാജ്യങ്ങളിൽ ഇവർ എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ, വെസ്റ്റേൺ രാജ്യങ്ങളിൽ ഇവര് ജോലിക്കൊന്നും പോവില്ല, ഇവര് ഭിക്ഷാടനത്തിന് ഇറങ്ങും. അത് കഴിഞ്ഞാൽ ഈ പ്രോ പാലസ്തീനി പ്രൊട്ടസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട്, പ്രതിഷേധം നടത്താൻ വേണ്ടിയിട്ട്, അതിന്റെ ഭാഗമാകാൻ വേണ്ടിയിട്ടും ഇവർ പോകുന്നുണ്ട്. ഇങ്ങനെയും അവർ ജീവിക്കുന്നുണ്ട്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ എന്താണ് ഇതിലൊരു പേടി എന്ന് പറഞ്ഞാൽ, ഇവര് തീവ്രവാദികളായിട്ട് മാറാനുള്ള ത്വര ഇവർക്ക് വളരെ കൂടുതലാണ്. കാരണം ഏറ്റവും കൂടുതൽ പാകിസ്ഥാനികളാണ് നമ്പർ 1 ഭീകരന്മാർ. എന്തുകൊണ്ടാണ് ഇവർ ഏറ്റവും കൂടുതൽ ഭീകരവാദത്തിലേക്ക് ആകർഷകരാകുന്നത്? നമ്പർ 1 മണി, പൈസയുടെ ആവശ്യം കൊണ്ടാണല്ലോ ഇവര് ഭിക്ഷ എടുക്കാൻ പോകുന്നത്. അപ്പൊ പൈസ കുറച്ച് കൂടുതൽ തരാം, ഇന്ന പ്രവൃത്തി ചെയ്യുന്നു പറഞ്ഞാൽ അവർ ചെയ്യും. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഇവര് നാളെ ഒരു സമയത്ത് ഈ സിറിയയിൽ ഈ രീതിയിൽ ഒരു മാറ്റം സംഭവിച്ച് ഈ ISIS, ഈ ISISുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് സംഘടനകളും ഇപ്പം സിറിയയ്ക്കുള്ളിലാണുള്ളത്. സിറിയ, ഇറാഖ്, അവിടെയാണ് ഈ മിലീഷ്യ ഗ്രൂപ്പുകൾ കംപ്ലീറ്റ് ഉള്ളത്. അപ്പൊ ഇവര് ഏത് സാഹചര്യത്തിലും ഇവർക്ക് പൊട്ടൻഷ്യലി ഒരു നല്ലൊരു ഇരയാണ് ഈ പാകിസ്ഥാനി ഭിക്ഷാടകർ. ഇവരെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഗൾഫ് രാജ്യങ്ങളുടെ ഉള്ളിൽ ഇവരെ പൊട്ടിത്തെറിപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഫോക്കസ്, ഒരു സ്റ്റഡി, ഒരു അവയർനെസ് സ്റ്റഡിയുടെ ഭാഗമായിട്ടാണ് ഗൾഫ് രാജ്യങ്ങൾ ഈ രീതിയിൽ പാകിസ്ഥാനികളോട് പെരുമാറുന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഒരു ചൂണ്ടിക്കാണിക്കുന്നത് പാകിസ്ഥാന്റെ ഉള്ളിൽ തുടരെ നടക്കുന്ന തീവ്രവാദ ആക്രമണങ്ങൾ. പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യും, അതാണ് പാകിസ്ഥാനിയുടെ അവസ്ഥ. ഇപ്പോൾ IMF ഉൾപ്പെടെയുള്ള, വേൾഡ് ബാങ്ക് ഉൾപ്പെടെയുള്ള പല ഡേറ്റ പ്രൂവ് ചെയ്യുന്നത് ഈ രാജ്യം വീണ്ടും ക്രൈസിസിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഇതിന്റെ സെക്യൂരിറ്റി ഉറപ്പില്ല, തീവ്രവാദത്തിന് ഫണ്ട് കൊടുക്കുന്ന ഒരു റിസ്ക് ഈ രാജ്യത്തിനുണ്ട് എന്നുള്ളതും കൂടി അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 90% വെസ്റ്റ് ഏഷ്യൻ കൺട്രീസിൽ പിടിക്കപ്പെട്ടതിൽ പാകിസ്ഥാനി ബെഗേഴ്സ് ആണെന്നുള്ളതാണ് ഈ FIA റിപ്പോർട്ട് പറയുന്നത്. ഷീഷാൻ കൻസാദ, സീഷാൻ എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തി ഓവർസീസ് സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. ഈ വ്യക്തി കൃത്യമായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് വേറൊന്നുമില്ല, മൾട്ടിപ്പിൾ കൺട്രീസ് ഓൾറെഡി ഇൻഡയറക്റ്റ് ആയിട്ട് പാകിസ്ഥാനെ വാൺ ചെയ്തിട്ടുണ്ട്, പലപ്പോഴായിട്ട് ഡയറക്റ്റ് ആയിട്ട് വിളിച്ചു വരുത്തി വാൺ ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ വിഷയങ്ങളിൽ. ഈ ഗൾഫ് കൺട്രീസിന്റെ കാര്യം കൂടി ചേർത്താണ് പുള്ളിക്കാരൻ പറയുന്നത്. എന്തുകൊണ്ടാണ് പാകിസ്ഥാനെ മാറ്റി നിർത്തിയിട്ട് ഏറ്റവും കൂടുതൽ ഗൾഫ് രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട കാതലായ വിഷയങ്ങളിൽ ഒന്നുകൂടിയാണിത്. അതുപോലെ പ്രിവെന്റ് മിസ്യൂസ് ഓഫ് വിസ. ഇങ്ങനെ വർക്ക് വിസയും ആ വിസയും ഈ വിസയും ടൂറിസ്റ്റ് വിസയൊക്കെ എടുത്തിട്ട് ഇവര് ഭിക്ഷാടനം നടത്താനാണ് വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ഭിക്ഷാടനം നടത്താൻ വേണ്ടിയിട്ടാണോ വിസ കൊടുക്കുന്നത് എന്നുള്ള ചോദ്യം കൂടി അവർ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പാകിസ്ഥാൻ സർക്കാർ, നിങ്ങൾ ട്രാവൽ ഏജന്റുകൾ, അതേപോലെ പാകിസ്ഥാന്റെ ഉള്ളിൽ നിന്നും ഇവരെ കയറ്റി അയക്കുന്ന ഏജൻസികൾ, ഇതിനെല്ലാം കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം. റെഗുലേറ്റ് ഓവർസീസ് മൂവ്മെന്റ് ഓഫ് യുവർ സിറ്റിസൺസ്. ഓവർസീസ് മൂവ്മെന്റിനെ കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം, വെരിഫൈ ചെയ്യണമെന്നാണ് പാകിസ്ഥാനിന് ഈ രാജ്യങ്ങൾ ഉപദേശം കൊടുത്തിരിക്കുന്നത്. ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ, ജെന്യൂനായിട്ട് പാകിസ്ഥാനിൽ നിന്നും യാത്ര ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്, അവരെ ഇത് ബാധിക്കുന്നുണ്ട്. അതിലുപരിയായിട്ട് ഇൻക്രീസ്ഡ് വിസ റിജക്ഷൻസ്. ഇപ്പൊ കഴിഞ്ഞ വർഷം 65,000 വിസയാണ് റിജക്ട് ചെയ്യപ്പെട്ടതെന്നുണ്ടെങ്കിൽ അത് ഇനി വരും വർഷങ്ങളിൽ ചിലപ്പം അത് ഇരട്ടിയായിട്ട് ഉയരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ പല രാജ്യങ്ങളിലും പാകിസ്ഥാനി എന്ന് കേൾക്കുമ്പോഴേ ഒന്നുകൂടെ ഡീപ്പായിട്ട് സ്ക്രീൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സ്ക്രീൻ മീൻസ് സെക്കൻഡറി, തേർഡ് വെരിഫിക്കേഷൻസ്, അതേപോലത്തെ ഡീപ്പായിട്ടുള്ള സെക്യൂരിറ്റി വെരിഫിക്കേഷൻ നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ നിങ്ങളുടെ രാജ്യത്തിനെ കുറിച്ച് ഒരു നെഗറ്റീവ് പെർസെപ്ഷൻ സൃഷ്ടിക്കും. അത് ഓൾറെഡി സൃഷ്ടിച്ച് കഴിഞ്ഞു, ഇനി ഒന്നും സൃഷ്ടിക്കാനില്ല. ഇനി എന്ത് സൃഷ്ടിക്കാനാണ്? ഇത് ഒരു പോവേർട്ടി കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ അല്ല.
പല രാജ്യങ്ങളിലും ഇതിനേക്കാളും ദാരിദ്ര്യമുണ്ട് എന്നുള്ളതും കൂടി ഈ രാജ്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ ഇതൊരു ബിഹേവിയറിന്റെയും കൂടി പ്രശ്നമാണ്, ഇതൊരു ഡിസിപ്ലിന്റെയും കൂടി പ്രശ്നമാണ്, ഇതൊരു എത്തിക്സിന്റെയും കൂടി പ്രശ്നമാണ്. ഇത് ഒരു ക്രോസ് ബോർഡർ ഓർഗനൈസ്ഡ് ക്രൈം ആയിട്ട് കണക്കാക്കാൻ പറ്റുന്ന ഒരു ഒഫൻസ് ആണെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ഇതിൽ വെരി സ്ട്രിക്റ്റ് ആയിട്ടുള്ള മോണിറ്ററിങ്ങും അതിനുവേണ്ട എൻഫോഴ്സ്മെന്റും നിങ്ങൾ നടപ്പിലാക്കണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുവരെ പാകിസ്ഥാന്റെ ഈ വിസ റിജക്ഷൻസ് തുടരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ എന്ന് പറഞ്ഞൊരു രാജ്യം ആഫ്റ്റർ ഇൻഡിപെൻഡൻസിന് ശേഷം 2 രാജ്യങ്ങളായിട്ട് തിരിയുകയാണ്. ഒന്ന് പാകിസ്ഥാനും മതം കൊണ്ട് കെട്ടിപ്പടുത്തുയർത്താൻ തീരുമാനിച്ച് സെപ്പറേറ്റ് ആയി പോയ ഒരു മതഭരണകൂടത്തിൽ നിലനിൽക്കാൻ ആഗ്രഹിച്ച ഒരു കൂട്ടം ജനതയുമായിട്ട് മാറിപ്പോയ പാകിസ്ഥാൻ, മറ്റൊരു സൈഡിൽ ഒരു സെക്യുലർ സ്റ്റേറ്റ് ആയിട്ട് നിലകൊള്ളാനും ജനങ്ങൾക്ക് എഡ്യൂക്കേഷൻ കൊടുത്ത് എഡ്യൂക്കേഷനിലൂടെ അവരെ മുന്നോട്ട് കൊണ്ടുവരണമെന്ന് വളരെ ക്രിയാത്മകമായിട്ട് പ്രവർത്തിച്ച മറ്റൊരു രാജ്യം, അതാണ് ഇന്ത്യ. ആ 2 രാജ്യത്തിൻ്റെയും വളർച്ചയാണ് ഇന്ന് നമ്മൾ നോക്കിക്കാണേണ്ടത്. നമ്മളുടെ റൂട്ട് എങ്ങോട്ടാണ്, പാകിസ്ഥാന്റെ റൂട്ട് എങ്ങോട്ടാണ്? നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തത് മദ്രസ പഠനത്തിനല്ല, മതപഠനത്തിനല്ല. നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തത് കോമൺ എഡ്യൂക്കേഷനാണ്. ആ എഡ്യൂക്കേഷൻ ബ്രിട്ടീഷുകാരൻ അവന് ക്ലർക്കിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യക്ക് തന്നതാണ് ഈ ഒരു എഡ്യൂക്കേഷൻ. അത് അല്ലാതെ സയന്റിസ്റ്റിനെ ഉണ്ടാക്കാനോ റിസർച്ച് ഫെലോസിനെ സൃഷ്ടിക്കാനോ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് നമുക്ക് തന്ന എഡ്യൂക്കേഷൻ അല്ല ഇത്. അതുകൊണ്ടാണ് നമ്മളുടെ +2 വരെയുള്ള എഡ്യൂക്കേഷൻ മെത്തേഡിൽ പണ്ട്, ഇപ്പൊ കുറച്ചൊക്കെ വ്യത്യാസമുണ്ട്, ഒക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു ക്ലറിക്കൽ ലെവൽ എഡ്യൂക്കേഷൻ മാത്രമാണ് +2 വരെ ഉണ്ടാവുക. അതിന് കാരണം വേറെ ഒന്നുമില്ല, ബ്രിട്ടീഷുകാരൻ തീരുമാനിച്ചിരുന്നു. അതായത് ബ്രിട്ടീഷിന്റെ ഡിക്റ്റേറ്റർഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ആയിരുന്നു. ആ സിസ്റ്റം പതിയെ നമ്മൾ ഉടച്ച് വാർത്ത കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് നമ്മൾ ഒരുപാട് ആഫ്റ്റർ ഇൻഡിപെൻഡൻസിന് ശേഷം നമ്മൾ എഡ്യൂക്കേഷനിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം കുറച്ചുകൂടെ ബ്രൈറ്റ്ഫുൾ ആണ്. തീർച്ചയായിട്ടും 100% ഓക്കെ ആണെന്ന് ഞാൻ പറയുന്നില്ല. പല മേഖലകളിലും ഇനിയും നമ്മൾ പലതരത്തിലുള്ള സിലബസ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതും പല സിലബസുകൾ എടുത്ത് മാറ്റപ്പെടേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ സെപ്പറേറ്റ് ഒരു സബ്ജക്റ്റ് ആണ്. എന്തായാലും ഈ പാകിസ്ഥാനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇന്ത്യ കാണിച്ചിരിക്കുന്ന ആ ഒരു ഗ്രോത്ത് നിർണായകമായിട്ടൊരു ഗ്രോത്ത് ആണ്. അത് അങ്ങനെ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. ബ്രിട്ടീഷുകാരൻ നമുക്ക് തന്നിട്ട് പോയ പരിമിതമായ എഡ്യൂക്കേഷൻ വെച്ചിട്ട് നമ്മളുടെ കുട്ടികൾക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് അത് പഠിപ്പിച്ച് നമ്മൾ ഇന്ന് ബ്രിട്ടീഷുകാരുടെ നാട്ടിൽ തന്നെ പോയി പണിയെടുക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ വളർന്നിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം പാകിസ്ഥാനി വളർന്നിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. പാകിസ്ഥാനിൽ കമ്പാരിറ്റീവ്ലി ഡേറ്റ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് മതപഠനത്തിനാണ്. അതായത് മതപഠനം ഒരു മുഖ്യ പഠനമായി ഒരു രാജ്യം മാറ്റിക്കഴിഞ്ഞാൽ അത് ഏത് രീതിയിൽ വളരും എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമായി മാറി തീർന്നിരിക്കുകയാണ് പാകിസ്ഥാൻ. അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ മതപഠനമൊക്കെ ഒരു സൈഡിൽ കൊണ്ടുപോകേണ്ട സബ്ജക്റ്റ് ആണ്. അത് മെയിൻ സ്ട്രീമിൽ കൊണ്ടുവരേണ്ട കാര്യമില്ല. മെയിൻ സ്ട്രീമിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഭിക്ഷാടനം എടുത്ത് ജീവിക്കേണ്ട അവസ്ഥയിൽ എത്തിപ്പെടും. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.